ഗുഡ് മോർണിംഗ്. ഞാൻ പൂഞ്ഞാർ കുര്യൻ. മണികുന്ന് പള്ളിയുടെ ചരിത്രം ഒന്ന് വിവരിക്കണം എന്ന് ഞാൻ കുറച്ചു കാലമായിട്ട് ആഗ്രഹിക്കുകയും മണികുന്ന് പള്ളി 2024 പെരുന്നാളിന് അത് സ്റ്റേജിൽ ഏതാനും ഭാഗങ്ങൾ എനിക്ക് അവതരിപ്പിക്കാനും സാധിച്ചു. ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്തതാണ്. ഹലോ, മണികുന്നിലെ നിവാസികൾക്ക് SH വാർഡ് 15 അഭിവാദനങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഈ മണികുന്നിന്റെ എത്രാമത്തെ പെരുന്നാളാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? 100, 128. നമസ്കാരമുണ്ട് മാഷേ. എന്താണ് മാഷേ? എന്തുകൊണ്ട് വിശേഷം? എന്താ പരിപാടി? മണികുന്നിന്റെ പെരുന്നാൾ നടക്കുമല്ലേ? എന്നിട്ട് എത്രാമത്തെ പെരുന്നാളല്ലേ? ഇത് 128ാമത്തെ പെരുന്നാളാണ്. ചോദിച്ചിട്ട് ആരെങ്കിലും ആൻസർ പറഞ്ഞോ? ആരും പറഞ്ഞില്ല. മണികുന്നിന്റെ ആൾക്കാർക്ക് നമ്മളെ പറ്റിയുള്ള അറിവ് വളരെ കുറവാണ്. നമ്മുടെ ഈ വികാരിയച്ഛൻ എത്രാമത്തെ വികാരിയച്ഛനാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ വികാരിയച്ഛൻ സമ്മാനം തരുന്നതാണ്. 30, ഒരു 7 കൂടെ കൂട്ടി 37. 37ആണ്. ശരി, 37ആണ്. അതെ. അപ്പൊ നമുക്കിന്ന് മണികുന്നിന്റെ ചരിത്രം. മണികുന്നിന്റെ ചരിത്രം തുടങ്ങുന്നത് മണിയൻ എന്ന ഒരാളിൽ നിന്നാണ്. ഈ മണിയൻ കിഴക്കേത്തോട്ടത്തില് കുറവലങ്ങാടെന്ന് കൊണ്ടുവന്ന ഒരു അടിമയായിരുന്നു. 2 വശത്തും കമ്മലുള്ള ഈ മണിയൻ ഈ കുന്നിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് മണിയൻകുന്ന് പള്ളി ഇവിടെ വന്നപ്പോൾ ഈ മണിയൻ താമസിക്കുന്ന സ്ഥലം മണിയൻ കുന്നായി. ഈ പള്ളി തുടക്കത്തിൽ ആരായിരുന്നു അതിന്റെ മെയിനായിട്ടുള്ള? നമ്മുടെ പള്ളി ഇവിടെ സ്ഥാപിച്ച ബഹുമാനപ്പെട്ട കാട്രാത്ത് ചാണ്ടിയച്ചനാണ്. ബഹുമാനപ്പെട്ട കാട്രാത്ത് ചാണ്ടിയച്ചന്റെ ശിലാഫലകമാണ് ഇരിക്കുന്നത്. ഇത് സ്ഥാപിച്ചത് കഴിഞ്ഞ 2024 ജൂൺ 26 ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയച്ഛനും കിഴക്കേത്തോട്ടം കുടുംബം, പുളിക്ക കുടുംബം, പെരുമ്പള്ളിക്കുന്ന കുടുംബം, കാട്രാത്ത് കുടുംബം, മുതലല്ലിക്ക കുടുംബം, ഇങ്ങനെ 5 കുടുംബാംഗങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ആ ശിലാഫലകം സ്ഥാപിച്ചത്. കാട്രാത്തച്ഛൻ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ശിലാഫലകത്തിൽ വായിക്കാൻ സാധിക്കുന്നതാണ്. ഇതെന്നാ ഭാഷ തുടങ്ങിയത്? ഈ മണികുന്ന് പള്ളി തുടങ്ങുന്നത് 1891 1891. 5 വർഷം കൊണ്ടാണ് മണികുന്നിലെ പഴയ പള്ളി പണിത് തീർത്തത്. 5 വർഷം കൊണ്ട് പണിത് തീർത്ത് 1896 മണികുന്ന് പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇപ്പോൾ മണികുന്ന് പള്ളിക്ക് 128 വയസ്സായി. ഈ പുതിയ പള്ളി പണിത് 1953 കാലത്താണ്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ പള്ളി കല്ലിലാണ് പണിതിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കട്ടയോ സിമെന്റോ ഒന്നുമല്ല, നല്ല കല്ലിൽ 5 കൊല്ലം അധ്വാനിച്ച് പണിതാണ് ഈ പള്ളി. അന്നത്തെ കാലത്ത് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. അന്നേരം എങ്ങനെയാണ്? നമുക്കിവിടെ ഈ മണികുന്ന് പള്ളി പണിയുന്ന സമയത്ത് ഇവിടെ പാലങ്ങളില്ലായിരുന്നു. നാത്തനാ പാലമില്ല, കാട്രാത്ത് പാലമില്ല, പനച്ചിപ്പാറ പാലമില്ല. പിന്നീട് ഈ കാട്രാത്ത് പാലും നാത്തനാ പാലും ഉണ്ടാകുകയാണ്. ഈ പനച്ചിപ്പാറ പാലം ഉണ്ടായത് ഇവിടെ ഇരുന്ന ബഹുമാനപ്പെട്ട കടുവക്കുന്നൽ ജോർജച്ചന്റെ കാലത്താണ്. അത് 1963 കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ എനിക്ക് അന്ന് 6 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ നല്ലപോലെ ഓർക്കുന്നുണ്ട്. അന്ന് അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ജോർജച്ചന്റെ കുഞ്ഞായിരുന്നു. ആ ചായക്കടയിൽ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നു, ഇന്ന് രൊക്കം നാളെ കടം. ആരും ചായ കുടിക്കാൻ ചെന്നാലും ഇന്ന് രൊക്കം നാളെ കടം. ഈ കാട്രാത്ത് എന്നുള്ള പേരെങ്ങനെ വന്നാ പക്ഷേ? ഈ പൂഞ്ഞാറ്റിക്കൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കാട്ടാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കിഴക്കേത്തോട്ടം കുടുംബം, പുളിക്ക കുടുംബം, പെരുമ്പള്ളിക്കുന്ന കുടുംബം, കാട്രാത്ത് കുടുംബം, ഇവരുടെ ഒരു വല്യമ്മച്ചിയും ഒരു മകനും കൂടെ കുറവലങ്ങാട്ടുന്ന പാലായി വരികയും അവിടുന്ന് മൂല്യാങ്കിലെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവർ പൂഞ്ഞാറ്റിലേക്ക് വരികയാണ് ഉണ്ടായത്. അന്ന് നമ്മുടെ പൂഞ്ഞാറ്റിലെ തമ്പുരാക്കന്മാർക്ക് തീണ്ടലുള്ള കാലമായിരുന്നതിനാൽ ഒരു ക്രിസ്ത്യാനി അവർക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു ക്രിസ്ത്യാനി ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മുടെ പൂർവ്വപിതാവ് ഇല്ലത്തുപറമ്പ്, അതായത് ഇപ്പോഴത്തെ നമ്മുടെ പെരുമ്പള്ളിക്കുന്ന് ബേബിച്ചൻ, കിഴക്കേത്തോട്ട് സിറില്, ഇവരുടെ എല്ലാം വീടിൻ്റെ സൈഡിലായിട്ട് വരുന്ന സ്ഥലമാണ് ഇല്ലത്തുപറമ്പ്. ഇല്ലത്തുപറമ്പിൽ വരികയും അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ടാവുകയും ചെയ്തു. അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു? അന്നത്തെ കാലത്ത് ഇവിടെ വിദ്യാഭ്യാസം ഇവിടെ ഒന്നുമില്ലായിരുന്നു. പൂഞ്ഞാറ്റിൽ ഒരു പള്ളിക്കൂടം ഉണ്ടായിരുന്നു.
അവിടെയായിരുന്നു നമ്മുടെ കാരണവന്മാരൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട കാട്രാത്ത് ചാണ്ടിയച്ചൻ പുത്തൻ കുർബാന ചൊല്ലി പൂഞ്ഞാറ്റിലേക്ക് വരുന്നത്. അദ്ദേഹം പൂഞ്ഞാറ്റിൽ വന്നതിന് ശേഷം അവിടുത്തെ സാഹചര്യങ്ങൾ പുള്ളിക്ക് പിടിക്കപ്പെടാതെ വരികയും പിന്നീട് കിഴക്കേത്തോട്ടത്തിലെ കാരണവന്മാരും പുളിക്കക്കാരണവന്മാരും എല്ലാവരും കൂടെ കൂടി സംഭാവനയായിട്ട് പണം എടുത്ത് അതിൽ മെയിനായിട്ട് 200 രൂപ മുടക്കിയത് കിഴക്കേത്തോട്ടം തൊമ്മൻ കുര്യൻ എന്ന ആളായിരുന്നു. ബാക്കി എല്ലാ സമ്പ്രദായവും ചെറിയ ചെറിയ ഫണ്ടുമായിട്ടാണ് മണികുന്ന് പള്ളി പണിയാൻ ആരംഭിച്ചത്. 5 കൊല്ലം കൊണ്ട് പണിത ഈ പള്ളി ബഹുമാനപ്പെട്ട കാട്രാത്തച്ഛൻ ആദ്യം വികാരിയായിട്ട് ഇവിടെ സ്ഥാനാരോഹണം ചെയ്തു. ഭാഷ പറഞ്ഞല്ലേ പുളിക്കൽ ഫാമിലി ഒന്ന് കണ്ടേറ്റമല എന്ന് അതെങ്ങനെയാ പേര് വന്ന്? അന്നത്തെ കാലത്ത് തമ്പുരാക്കന്മാര് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കാരണവന്മാർക്ക് വസ്തു കൊടുക്കുന്നത് ഇങ്ങനെ കൈ ചൂണ്ടി കാണിക്കും, ആ മല നിനക്ക്. അതിന് അന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സംഭാവനയായിട്ട് ഒരു കപ്പം കൊടുക്കും. അപ്പോൾ അങ്ങനെ അവർ പുള്ളി ഒരു മല കാണിച്ചു കൊടുത്തു. അവർ പോയി നോക്കിയപ്പോൾ ആ മല കാണാൻ പറ്റിയില്ല. പിന്നീട് പണിക്ക കുടുംബക്കാര് പണിക്കന്മാരായിരുന്നു ഇവിടുത്തെ നമ്മുടെ ഈ സ്ഥലമെല്ലാം അതിൻ്റെ കപ്പം മേടിച്ചുകൊണ്ടിരുന്നത്. പണിക്ക കുടുംബക്കാര് കിഴക്കേത്തോട്ടം കുടുംബവും പുളിക്ക കുടുംബത്തെ കാരണവരും കൂടെ പോയി ആ മല പിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ച മലയാണ് ഈ പുറകിൽ കാണുന്ന കണ്ടേറ്റ് മല. അതായത് മുട്ടമ്പാകത്തിൻ്റെ അപ്പുറം കാണുന്ന മല കണ്ടേറ്റ് മലയാണ്. കിഴക്കേത്തോട്ടം കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞതാണ് നമ്മുടെ പെരുമ്പള്ളിക്കുന്ന കുടുംബം, കാട്രാത്ത് കുടുംബം, പുളിക്ക കുടുംബം, ഇങ്ങനെ മൂന്ന് ശാഖകളാണ് ഇത്. അവരുടെ കിഴക്കേത്തോട്ടം കുടുംബത്തിൽ നിന്ന് 29 കുടുംബക്കാരുണ്ട് ഇപ്പോൾ മണികുന്ന് പള്ളിക്ക്. അതുപോലെ തന്നെ പുളിക്ക കുടുംബവും കാട്രാത്ത് കുടുംബം പൂഞ്ഞാറ്റിലേക്ക് പോയി. മുതിരേന്തിക്ക കുടുംബം ഇവിടെ നിന്ന് വിട്ടുപോയി. നമ്മുടെ നാട്ടിൽ ആരും തന്നെ ഇല്ല, ഇപ്പോൾ 1-2 കുടുംബക്കാരേ ഉള്ളൂ. പെരുമ്പള്ളിക്കുന്നേക്കാളും പല ശാഖകളായിട്ട് ഈ മണികുന്ന് പള്ളിയിലുണ്ട്. നമ്മുടെ കാട്രാത്തച്ഛൻ ഈ പള്ളി പണിയുന്ന സമയത്ത് എത്ര ഇടവക്കാരുണ്ടായിരുന്നു ഇവിടെ? ഇവിടെ അന്ന് പള്ളിയിൽ ആദ്യമായിട്ട് 37 ഇടവക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. 1902 നവംബർ 13 അദ്ദേഹം പള്ളി ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ മണികുന്ന് മഠം സ്ഥാപിച്ചു. ഈ മണികുന്ന് മഠം കേരളത്തിലെ 3ാമത്തെ മഠമാണ്. അതായത് അന്ന് പാലാരൂപത ഇല്ല. 1902 ഈ മഠം സ്ഥാപിക്കുമ്പോൾ പാലാരൂപത ഇല്ല. പാലാരൂപതയിൽ അന്ന് ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലായിരുന്നു നമ്മുടെ മഠം. ഈ മഠം സ്ഥാപിച്ച കാട്രാത്ത് ചാണ്ടിയച്ചനാണ്. അന്ന് 2 കന്യാസ്ത്രീകളും 4 അർച്ചനികളുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ 6 പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഈ 6 പേര് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ചില അസുഖങ്ങളും ചില രോഗങ്ങളും അങ്ങനെയൊക്കെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് ചാണ്ടിയച്ചൻ ഭരണകാലത്തേക്ക് അവരെ മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ 1910 700 രൂപ കൊടുത്ത് ഭരണകാലത്ത് മയിലാടിപ്പുരയിടം വാങ്ങി. അതായത് ഇപ്പോൾ അൽഫോൻസാമ്മയുടെ മഠം ഇരിക്കുന്ന മയിലാടിപ്പുരയിടത്തിലാണ്. ഈ മഠത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഈ മഠത്തിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് ഭരണങ്ങാനം മഠം, അരുവത്തറ മഠം, പെരുകുളം മഠം, പച്ചിക്ക മഠം, മണിയംകുളം മഠം, മലയഞ്ചിപ്പാറ മഠം, തീക്കോയി മഠം. ഇങ്ങനെ 7-8 ശാഖകളായി പിരിഞ്ഞു. ഇതിൻ്റെ എല്ലാ ആളും മണിയംകുന്ന് മഠമായിരുന്നു. ഇല്ല, ഇനി 2 മണിക്കൂർ നിർത്തിക്കണം. അതിനുശേഷം മണികുന്ന് മഠം തുടങ്ങിയതിന് ശേഷം പിന്നീട് നമ്മൾ അച്ഛൻ സ്ഥാപിച്ചാണ് 1904 വാഗമൺ കുരിശുമല. എനിക്ക് വളരെ സമയം കുറവായിരുന്നു. വാഗമൺ കുരിശുമലയിലേക്ക് പോയത് ഇവിടുന്ന് ഒരാള് ബദരീകോസ് പുണ്യാളത്തിന്റെ രൂപവും ഒരു കുരിശുമായി പോയി അതവിടെ സ്ഥാപിക്കുകയാണ് ഇത്. പിന്നീട് നമ്മുടെ അവകാശം അടിവാരം പള്ളിയിലേക്കും അതിനുശേഷം വാഗമൺ പള്ളിയിലേക്കും മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അത് അവസാനമായിട്ട് അച്ഛൻ സ്ഥാപിച്ച മലയഞ്ചിപ്പാറ പള്ളിയാണ്. മലയഞ്ചിപ്പാറ പള്ളിയിൽ സ്ഥാപിച്ച് 1926 സ്ഥാപിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് അസുഖം പിടികൂടുകയും മണികുന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ഇവിടെ 1927 ജൂൺ 26 കർത്താവിൽ നിദ്ര പ്രാപിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പഴയ പള്ളിക്കുള്ളിൽ സംസ്കരിക്കുകയും പിന്നീട് 1950 കാലത്ത് പുതിയ പള്ളി പണിതപ്പോൾ പള്ളിയുടെ നടുവിലേക്ക് പൂജാവശിഷ്ടങ്ങൾ മാറ്റപ്പെടുകയും ചെയ്തു. എല്ലാ വർഷവും ജൂൺ 26 കാട്രാത്തച്ഛൻ്റെ ഓർമ്മയ്ക്കായി പള്ളിയിൽ കുർബാനയും ഒപ്പീസും അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.
മണ്ണങ്ങാനത്തേക്ക് താൽക്കാലികമായി മാറ്റപ്പെട്ട മണിയങ്കുന്നിലെ മഠം പിന്നീട് സ്കൂളിൻ്റെ നല്ലപോലെയുള്ള നടത്തിപ്പിനായിട്ട് 1915-16 കാലത്ത് മണിയങ്കുന്നിലേക്ക് തിരിച്ചു വരികയും മഠം പൂർവാധികം ശക്തിയോടുകൂടി മണിയങ്കുന്നിൽ നിലനിൽക്കുകയും ചെയ്തു. പിന്നീട് മണിയങ്കുന്നിൻ്റെ ബ്രാഞ്ചുകളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അരുവിത്ര, മണിയംകുളം, പെരുങ്കുളം, അടിവാരം, തീക്കോയി എന്നിവിടങ്ങളിൽ പുതിയ മഠങ്ങൾ സ്ഥാപിക്കുകയും ഇത് ഒരു നോവീഷ്യേറ്റ് ഹൗസായി നിലനിൽക്കുകയും ചെയ്തു. 1905 LP സ്കൂളായി തുടങ്ങിയ മണിയങ്കുന്ന് സ്കൂളിൻ്റെ പഴയ കെട്ടിടം 1971 കാലത്ത് ഇടിച്ചു നിരത്തുകയും അവിടെ തന്നെ ഈ കാണുന്ന നീളത്തിലുള്ള കെട്ടിടം പണിത് അതിനുള്ളിൽ ഓഫീസും ഒരു സ്റ്റേജും പിന്നെ കാണികൾക്ക് ഇരിക്കാനുള്ള ഹാളുമായി പണിത് നാട്ടുകാരുടെയും മഠത്തിൻ്റെയും പള്ളിയുടെയും എല്ലാ സഹകരണത്തോടെ പണിയുകയാണ് ഉണ്ടായത്. 1960 കാലത്ത് മണിയങ്കുന്ന് സ്കൂള് 5 മുതൽ 7 വരെ ഉള്ള UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു. കെട്ടിടത്തിൻ്റെ പോരായ്മ കാരണം അതിനായിട്ട് ഒരു പുതിയ കെട്ടിടം അന്ന് നിർമ്മിക്കുകയുണ്ടായി. അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ 5 മുതൽ 7 വരെ ക്ലാസ്സുകൾക്ക് വേണ്ടി 6 ഡിവിഷനുള്ള സൗകര്യത്തോടു കൂടി ഒരു ഓഫീസും പണിത് അതിനുള്ളിലായിരുന്നു UP സ്കൂള് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അടുത്ത കാലത്തായി കൊളയത്താമ്മയുടെ നാമത്തിൽ മഠത്തിൻ്റെ സൈഡിലായി സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു 2 നില കെട്ടിടം പണിയുകയും അതിൻ്റെ താഴെ ഒരു ചെറിയ ഡൈനിങ് ഹാളും കിച്ചണും പണിയുകയും മുകളിൽ കുട്ടികൾക്കുള്ള നഴ്സറി ഉണ്ടാവുകയും ചെയ്തു. ദൈവദാസിയെ നാമകരണം ചെയ്യപ്പെട്ട കൊളയത്താമ്മയുടെ എൻ്റെ അറിവിലും ജ്ഞാനത്തിലുമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയുവാൻ പോകുന്നത്. ഇതാണ് കൊളയത്താമ്മ താമസിച്ച വീട്. ഈ വീടിനെ പറ്റി ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാനിതിലെ എൻ്റെ പേരമ്മയായ ജോസഫീനമ്മയെ കാണാൻ വരുമ്പോൾ ഞാനിവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളാണ്. ഇവിടെ 4 മുറികളാണുള്ളത്. ഇതാണ് ഒരു മുറി, ഇതൊരു ഹാളാണ്. ഇവിടെ 2 സിസ്റ്റേഴ്സിന് കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കൊളയത്താമ്മ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഇവിടെ കാണുന്നത്. ഷോളുണ്ട്, ബെഡ്ഷീറ്റുണ്ട്, ബ്ലാങ്കറ്റുകളുണ്ട്, ശിരോവസ്ത്രം, ഷീറ്റ്, ഉടുപ്പുകൾ, കൂടാതെ പായ, തലയണ, ബാഗുകൾ, അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസേര, കൂടാതെ മാതാവിൻ്റെ രൂപം, അങ്ങനെ ധാരാളം അമ്മ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും, പാത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. ഈ മാസം 18-ാം തീയതി കൊളയത്താമ്മയുടെ വാർഷികം 38ാമത്തെ ചരമവാർഷികം ആഘോഷിക്കാനായിട്ട് മണിയങ്കുന്ന് പള്ളിയിൽ പ്രത്യേകമായ കുർബാനയും 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് കൊളയത്താമ്മ ഈ കെട്ടിടത്തിൻ്റെ പഴയ രൂപം. ഇതാണ് കൊളയത്താമ്മ ഉപയോഗിച്ചിരുന്ന കട്ടിൽ. നമുക്ക് കാണാം. ഇപ്പോഴും ആ കയറ് അതേപടി ഇവിടെ കാണാവുന്നതാണ്. ഇതെല്ലാം ഇതേപടി ഇവിടെ നിലനിർത്തിയ മണിയങ്കുന്ന് മഠത്തിൻ്റെ അധികാരികളോട് നമുക്ക് പ്രത്യേകം നന്ദി പറയാവുന്നതാണ്. അതുപോലെ ആ പഴയ ജനലും കതകുകളും എല്ലാം അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അലമാരയാണ് ഈ കാണുന്നത്. ഈ കാണുന്ന പഴയ കാലത്ത് സിസ്റ്റേഴ്സ് എല്ലാം മഠത്തിൽ ചേരുമ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഒരു പെട്ടി ആണ് തടി കൊണ്ടുള്ള. ഈ മുറിയിലായിരുന്നു കൊളയത്താമ്മ വസിച്ചിരുന്നത്. ആ തറ അതേപടി സിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ഏതാണ്ട് 100 വർഷം മുമ്പ് പണിത സിമെൻറ്റിൻ്റെ തറയാണ്. ഇത് അതേപടി തന്നെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം. അന്ന് ഇവിടെ ഓടായിരുന്നു. ആ ഓട് അതേപടി തന്നെ ഇവിടെ ഇത് ജോസഫീനമ്മ കിടന്ന മുറിയാണ്. ഇവിടെ ഇപ്പോൾ ഇവിടെ ഉപയോഗത്തിനായിട്ടുള്ള അലമാരകൾ സൂക്ഷിക്കുന്നതാണ്. ആ പഴയ കതകും ജനലും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇതാണ് പഴയ, ഇതൊരു വരാന്തയായിരുന്നു. ഈ വരാന്തയുടെ ഷേപ്പ് ഇങ്ങനെ തന്നെ അടച്ച് എടുത്തിരിക്കുകയായിരുന്നു. ഇവിടെ അരപ്പിത്തിയുണ്ട്. ആ അരപ്പിത്തി
പിന്നീട് അടച്ചെടുത്താണ് ഇതുപോലെ ഷേപ്പിൽ ഇവിടുന്ന് അവിടം വരെ ഈ പഴയ കെട്ടിടമാണ്. നമുക്ക് കാണാം ഇതിൻ്റെ മുകളിൽ ഓട് പാകിയിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് മഴ നനയാനായിട്ട് ഈ അടുത്ത കാലത്ത് റൂഫിംഗ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതുമാത്രമാണ് ഇതിൻ്റെ മുകളിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു ചേഞ്ചസ്. അതുപോലെ ഇന്ന് ഈ പഴയ ജനലാണിത്. ഇവിടെ നിന്ന് കയറാനായിട്ട് നടയുണ്ട്. ഇത് കല്ലുകൊണ്ടുള്ള നടയായിരുന്നു, അതവർ മാറ്റി പിന്നീട് നല്ല രീതിയിലാക്കിയെടുത്താണിത്. മഠത്തിൻ്റെ കപ്പേള ഇത് ഇവിടെ ആരാധനയ്ക്കും പിന്നെ അച്ഛന്മാർ എല്ലാ ആഴ്ചയിലും സൗകര്യപ്രദമായ രീതിയിൽ വികാരിയച്ഛൻ ഇവിടെ വന്ന് കുർബാന അർപ്പിക്കുന്നതാണ്. ഈ മഠം മണിയങ്കുന്നിൽ സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട കാട്രാത്ത് ചാണ്ടിയച്ഛൻ്റെ നേതൃത്വത്തിലാണ്. 1902 ആണ് ഈ മഠം ഇവിടെ സ്ഥാപിച്ചത്. അതിനുശേഷം അന്ന് ഇവിടെ താമസിക്കാനുള്ള അസൗകര്യങ്ങൾ കാരണം പിന്നീട് ഈ മഠം ഇവിടുന്ന് ഭരണങ്ങാനത്തേക്ക് മാറ്റപ്പെട്ടു. വീണ്ടും കുര്യാളശ്ശേരി പിതാവിനോട് അനുവാദം വാങ്ങിച്ച് 1916 ഈ മഠം പൂർണ്ണമായി ഇവിടെ തിരിച്ച് തുടങ്ങിയതാണ്. ഇതായിരുന്നു പഴയ കാഴ്ചമുറി. ഇവിടെ ഇപ്പോൾ വണ്ടി പാർക്കിംഗായിട്ട് ഉപയോഗിക്കുന്നു. ഇതാണ് മഠത്തിൻ്റെ മെയിൻ എൻട്രൻസ്. ഇത് ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭോജനശാലയാണ്. ഇത് മഠത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാഴ്ചമുറി. 1902 മുതൽ 2022 വരെ ഏതാണ്ട് 120 വർഷം ആയി ഈ മഠം സ്ഥാപിച്ചിട്ട്. ഇത് നമ്മുടെ പാലാ രൂപതയിലെ തന്നെ ആദ്യത്തെ മഠമാണ്. ഇതിന് ശേഷമാണ് ഭരണങ്ങാനവും ബാക്കി മഠങ്ങളുമെല്ലാം ഉണ്ടായത്. ഇത് നേരത്തെ ഈ താഴെ കാണുന്ന ഗ്രൗണ്ടിൻ്റെ ലെവലിലായിരുന്നു. പിന്നീട് അതെല്ലാം പൊളിച്ചു മാറ്റി നമ്മൾ മുകളിലേക്ക് ഉയർത്തിയെടുത്ത് കല്ലറയാക്കി എടുത്താണിത്. ഇത് വളരെ മനോഹരമായ ഒരു സെമിത്തേരിയാണ്. പ്രകൃതി രമണീയവും ആണ്, വളരെ മനോഹരവുമാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ധാരാളം ഉയർപ്പിൻ്റെ പടങ്ങളും എല്ലാം വളരെ ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കൊളയത്താമ്മയുടെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറ. ഇവിടെ കൊളയത്താമ്മയുടെ ചരിത്രം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ബർത്ത് 1904, ബാപ്റ്റിസം 1904 തന്നെയാണ്, 20/3/1904, പ്രൊഫഷൻ 12/8/1937, ഡെത്ത്സ് 18/12/1984. ഏതാണ്ട് 38 വർഷമായി. ഇപ്പോൾ കൊളയത്താമ്മയെ ദൈവദാസി എന്ന നാമകരണം ചെയ്ത് കഴിഞ്ഞ വർഷമായിരുന്നു. അതിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ വളരെ മനോഹരമായിട്ട് ഞങ്ങൾ നടത്തി. കൊളയത്താമ്മ പണിയുന്ന മഠത്തിൽ തന്നെ സഭാവസ്ത്രം സ്വീകരിക്കുകയും പിന്നീട് സ്കൂളിൽ അധ്യാപികയായി തുടരുകയും ഉണ്ടായി. കുറച്ച് നാളുകൾക്ക് ശേഷം രോഗിയായി തീർന്ന കൊളയത്താമ്മ അവിടുന്ന് രോഗം പടരും എന്ന ഒരു വിശ്വാസത്തിൽ കൊളയത്താമ്മയെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് നെടുങ്ങുനാൽ പുരയിടത്തിലേക്ക് മാറ്റി. അതിപ്പോൾ കരിക്കത്തോട്ടത്തിൽ AB ലൂക്കോസിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഏതാനും വർഷം താമസിച്ചതിന് ശേഷം മഠത്തിനടുത്തുള്ള ചിറക്കൽ പുരയിടം വാങ്ങുകയും കൊളയത്താമ്മയെ അങ്ങോട്ടേക്ക് താമസം മാറ്റുകയും ചെയ്തു. ഇതിനുശേഷം മൂന്നാമതായി മങ്ങാട്ട് താഴെ എന്ന് അറിയപ്പെടുന്ന സ്ഥലത്തേക്ക് കൊളയത്താമ്മ വീണ്ടും മാറ്റപ്പെട്ടു. കൊളയത്താമ്മ മങ്ങാട്ട് താഴെ പറമ്പിൽ കെട്ടിടത്തിൽ താമസിക്കുന്ന സമയത്ത് ചിറക്കൽ പുരയിടത്തിൽ പുതിയ ഒരു കെട്ടിടം പണിയുകയും അതിൽ 4 മുറികൾ ഉണ്ടാകുകയും ചെയ്തു. അതിലൊരു മുറി കൊളയത്താമ്മയ്ക്ക് തന്നെ കൊടുക്കുകയും ബാക്കി പ്രായം ചെന്ന സിസ്റ്റേഴ്സ് 4 പേര് അവിടെ താമസിക്കുകയും ചെയ്തു. അതിലൊന്ന് സിസ്റ്റർ ജോസഫീന കിഴക്കേത്തോട്ടമായിരുന്നു. എൻ്റെ പേരമ്മയാണ്. സിസ്റ്ററിനെ കാണാൻ ചെല്ലുമ്പോൾ ഞാൻ സ്ഥിരമായി കൊളയത്താമ്മയെ കാണുകയും കൊളയത്താമ്മയുടെ അനുഭവങ്ങൾ എനിക്ക് നല്ലപോലെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കൊളയത്താമ്മ 1954 ഡിസംബർ 18 സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പുതിയതായി പണിത കല്ലറകൾ ധാരാളം ഉണ്ടായിരുന്നതിനാൽ അന്നത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് കാപ്പിപ്പറമ്പിൽ അച്ഛൻ കൊളയത്താമ്മയ്ക്കായി ഒരു പുതിയ കല്ലറ തന്നെ സെലക്ട് ചെയ്യുകയും മറ്റാരെയും ആ കല്ലറയിൽ അടക്കരുത് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അച്ഛൻ അന്ന് പറഞ്ഞ പ്രസംഗത്തിൽ കൊളയത്താമ്മ ഒരു പുണ്യവതിയാകും എന്ന് തന്നെ
സൂചിപ്പിച്ചതായി എനിക്ക് നല്ലപോലെ ഓർമ്മയുള്ളതാകുന്നു. നീങ്ങുന്ന പള്ളിയുടെ ആദ്യകാലത്തുള്ള ഒരു വലിയ മണിയും ചെറിയ മണിയും പള്ളിക്കുള്ളിലുള്ള ത്ലാത്തിലായിരുന്നു കെട്ടി സൂക്ഷിച്ചിരുന്നത്. പിന്നീട് ത്ലാങ്ങൾ ദ്രവിച്ചു പോവുകയും 1971 ഇവിടെ ഇരുന്ന നമ്മുടെ കളരിപ്പറമ്പിൽ അച്ഛൻ ജോസഫ് കളരിപ്പറമ്പിലച്ഛൻ്റെ കാലത്ത് ഒരു പള്ളി മണിമാളിക പണിയുകയും ആ മണിമാളികയ്ക്ക് ഏതാണ്ട് 50 അടിയോളം പൊക്കമുണ്ട്. അതിന് മുകളിലേക്ക് 2 മണികളും മാറ്റപ്പെടുകയുണ്ടായി. പിന്നീട് അതിലെ വലിയ മണിക്ക് ഇടി കെട്ടിയതാണെന്ന് തോന്നുന്നു. അതിൻ്റെ സൗണ്ടിന് വേരിയേഷൻ ഉണ്ടാവും. ചെറിയൊരു വിള്ളൽ കാണുകയും ചെയ്യുന്നതിനാൽ നമ്മുടെ കൈപ്പട്ടി ഉരച്ചിരുന്ന കാലത്ത് ആ മണി വിറ്റിട്ട് പുതിയൊരു മണി നമ്മൾ വാങ്ങുകയും ചെയ്തു. അത് അധികം ഉയരത്തിൽ കെട്ടാതെ ഏതാണ്ട് 30 അടിയോളം പൊക്കത്തിൽ മാത്രം ഉയർത്തി കെട്ടുകയും ചെയ്തു. പുതിയ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ മണി 50 അടി പൊക്കത്തിലേക്ക് ഉയർത്തി കെട്ടാനുള്ള തീരുമാനമെടുത്തു. അതനുസരിച്ച് തടിയുടെ വലിയ സ്ലാബുകൾ അറുത്ത് മുകളിലത്തെ ബീമിൽ 2 ബീമിലും ഫിറ്റ് ചെയ്തതിന് ശേഷം ഇൻസുലേഷനായിട്ട് റബ്ബറിൻ്റെ ഇൻസുലേഷനും കൊടുത്ത് അത് മുകളിലേക്ക് ഉയർത്തുകയുണ്ടായി. ഈ 2 മണികളും ഉയർത്തുവാനുള്ള കാര്യങ്ങൾ മെയിനായിട്ട് നടത്തിയത് പുളിക്കൽ അപ്പച്ചൻ ചേട്ടൻ, തേക്കൽക്കാട്ടിൽ ജോർജ്, അൽത്താര ശുശ്രൂഷ ഷാജു, പിന്നെ അവരെ സഹായിക്കാനായിട്ട് ഞാനും മുകളിൽ കയറി ഈ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുകയും ചെയ്തു. ചെറിയ മണി 75 കിലോ തൂക്കവും വലിയ മണിക്ക് 152 കിലോ തൂക്കവുമുണ്ട്. ചെറിയ മണി നമ്മുടെ കാട്ടാത്തച്ഛൻ്റെ കാലത്ത് 80 വീട്ടുകാർ സംഭാവന ചെയ്ത ഓടിൻ്റെ കിണ്ണം ഉരുക്കി പണിത് ഉണ്ടാക്കിയതാണ്. 50 അടിയിലേക്ക് 2 മണികളും ഉയർത്തുക ചെയ്തുകൊണ്ട് പള്ളിയുടെ നാനാഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ മധുരമായ സ്വരം ഇപ്പോൾ നല്ലപോലെ ശ്രവിക്കുവാൻ സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് കളരിപ്പറമ്പിൽ അച്ഛൻ 1969-71 കാലത്ത് പണിയിച്ചതാണ് 50 അടി ഉയരമുള്ള ഈ മണിമാളികയും അതുപോലെ തന്നെ ഉയർത്തിപ്പണിത ഈ കല്ലറയും. ഈ കല്ലറയുടെ ഉള്ളിലുള്ള ഈ മനോഹരമായ ചിത്രവും അതുപോലെ തന്നെ റൂഫിങ്ങും ഇട്ടുന്നത് കിടങ്ങത്താഴ് ടോമി അദ്ദേഹത്തിൻ്റെ പാപ്പനായിരുന്ന നമ്മുടെ തൊമ്മൻ ജോസഫ് വൈദ്യൻ കിടങ്ങത്താഴയുടെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു. നീങ്ങുന്ന പള്ളിയുടെ മുൻപിൽ നിന്നും കിഴക്കോട്ട് നോക്കിയാൽ ഇടത്ത ഭാഗത്തായി ഇല്ലിക്കൽ മല കാണാം. നേരെ മുൻപിലോട്ട് നോക്കിയാൽ നേരത്തെ നാടുനോക്കൻ മല എന്ന് അറിയപ്പെട്ടിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ വാഗമൺ കുരിശുമലയാണ് കാണാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട കാട്ടാത്തച്ഛൻ കുരിശുമലയിൽ കുരിശ് സ്ഥാപിക്കുന്നത് 1904 മാർച്ച് 7-ാം തീയതിയാണ്. 1904 മാർച്ച് മാസത്തിൽ കന്യാസ്ത്രീകൾക്ക് വസ്ത്രം നൽകുന്നതിനായി CMS സഭയിൽപ്പെട്ട എസ്തപ്പാനോസ് അച്ഛൻ മണിയങ്കുന്നിലെത്തുകയും അദ്ദേഹം നേരെ മുമ്പിൽ കാണുന്ന മലയിൽ ഒരു കുരിശ് സ്ഥാപിക്കുന്നതിനെപ്പറ്റി നമ്മുടെ കാട്ടാത്തച്ഛനോട് സംസാരിക്കുകയും ചെയ്തു. അതനുസരിച്ച് നാടുനോക്കൻ മലയിൽ കുന്നേൽ യൗസേപ്പ് എന്നറിയപ്പെടുന്ന പർവ്വത സഞ്ചാരിയെ പതനീങ്കോസ് പുണ്യാളത്തിൻ്റെ ഒരു കാശുരൂപവും മരക്കുരിശുമായി പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. വഴിച്ചെലവിനായി 1 രൂപയും നൽകി പർവ്വതസഞ്ചാരി കുന്നേൽ യൗസേപ്പും അനുയായികളും തോക്കുമായി മലകളും കാടുകളും താണ്ടി കുരിശുമലയുടെ മുകളിൽ എത്തുകയും അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഈ കാശുരൂപം നിക്ഷേപിക്കുകയും അതിന് മുകളിലെ മരക്കുരിശ് സ്ഥാപിച്ച് കല്ലുകൾ കൊണ്ട് ജണ്ട കൂട്ടി തിരികെ വരികയുണ്ടായി. അടുത്ത 40-ാം വെള്ളിയാഴ്ച കാട്ടാത്തച്ഛനും മണിയങ്കുന്നിലെ നിവാസികളും അവിടെ പോയി പ്രാർത്ഥന അർപ്പിക്കുകയും ഇത് എല്ലാ 40-ാം വെള്ളിയാഴ്ചയും ഉയർപ്പ് കാലങ്ങളിലും തുടരുകയും ചെയ്തുകൊണ്ടേയിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം അടിവാരം പള്ളി വരികയും അടിവാരം പള്ളിക്ക് വാഗമൺ കുരിശുമലയുടെ അവകാശം നമ്മൾ വിട്ടു നൽകുകയുണ്ടായി. അതിനുശേഷം വാഗമൺ കുരിശുമലയുടെ അവകാശം വാഗമൺ പള്ളിയിലേക്ക് നൽകപ്പെട്ടു. അവിടെ ഇപ്പോൾ പുതിയ കുരിശ് വരികയും കുരിശുപള്ളി ഉണ്ടാകുകയും ചെയ്തു. 2020-21 പള്ളിക്ക് വേണ്ടി ജലസംഭരണി
75,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ളത് പണിയുകയും അതുപോലെ തന്നെ പള്ളിമുറിയുടെ മുകളിലായി ഒരു ഹാൾ അറേഞ്ച് ചെയ്ത് എടുക്കുകയും ചെയ്ത് സിറിയക് കൈപ്പറ്റൂരച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ നടുവിലെ തച്ചൻ വികാരിയായിരുന്ന 2008-2010 കാലത്ത് പള്ളിക്ക് വേണ്ടി മനോഹരമായ ഈ മോന്തളം പണിയുകയും അതുപോലെ തന്നെ പള്ളിയുടെ മുകളിലുണ്ടായിരുന്ന പഴയ ഓടുകളെല്ലാം മാറ്റി ഇരുമ്പിൻ്റെ പട്ടിക നിറച്ച് അതിൻ്റെ മുകളിൽ മുഴുപ്പുള്ള ആസ്പെറ്റോ ഷീറ്റ് വിരിക്കുകയും ചെയ്തു. ഈ ആസ്പെറ്റോ ഷീറ്റ് വിരിക്കാൻ വേണ്ടിയുള്ള വർക്കിൽ കുഞ്ഞേട്ടൻ കിഴക്കേത്തോട്ടം മുൻകൈ എടുത്തതാകുന്നു. ഇതിലേക്ക് ആവശ്യമായ ഇരുമ്പിൻ്റെ പട്ടിക ബോംബെയിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹുക്കുകൾ ഉപയോഗിച്ച് ഒരിക്കലും തുരുമ്പ് വരലെന്ന രീതിയിൽ പണിയുകയും ചെയ്തതാകുന്നു. 2022 ഫെബ്രുവരിയിൽ ബഹുമാനപ്പെട്ട ജോർജ് തെരുവിലച്ഛൻ മണികുന്നപള്ളിയുടെ ചാർജ് ഏറ്റെടുത്തതിന് ശേഷം പള്ളിയിൽ കുറച്ചധികം പുനരുദ്ധാരണ കർമ്മങ്ങൾ ചെയ്യപ്പെടുകയുണ്ടായി. പള്ളിയുടെ പരിസരമെല്ലാം കെട്ടി വളരെ മനോഹരമാക്കി. പള്ളിയും മണിമാളികയും കല്ലറയെല്ലാം പുതിയതായിട്ട് പെയിൻറ്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ ഉള്ളിലത്തെ കഥകൾ 9 കഥകൾ തേക്കുംതടിയിലേക്ക് മാറ്റപ്പെട്ടു. അതിന് കുറേ സ്പോൺസർമാരെയെല്ലാം അച്ഛനെ ലഭിക്കുകയുണ്ടായി. പള്ളിക്കുള്ളിലെ ഇലക്ട്രിക് പഴയ ലൈനുകളെല്ലാം മാറ്റിയിട്ട് പുതിയ ഡിസൈനിലുള്ള അലങ്കാരപ്പണികളും മധുബായിൽ ചിത്രപ്പണികളും എല്ലാം ചെയ്യുവാൻ സാധിച്ചു. വന്നതിന് ശേഷം പള്ളിയുടെ പെരുന്നാളിനെല്ലാം നല്ല ഉണർവുണ്ടായി. നാട്ടുകാരുടെ സഹകരണം പഴയതിലും നല്ല രീതിയിലാകുകയും ഈ കാണുന്ന പെരുന്നാൾ വളരെ ഗംഭീരമായി തന്നെ കഴിഞ്ഞ 3 വർഷവും നമുക്ക് നടത്തുവാനും സാധിച്ചു. അതുപോലെ തന്നെ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൽ പൂഞ്ഞാറ് പള്ളിയും അരുവിത്തറ പള്ളിയും മണികുന്ന് പള്ളിയും കൂടെ സംയുക്തമായി ഇപ്പോൾ 3 വർഷമായിട്ട് പനച്ചിപ്പാറയിൽ നമ്മൾ ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ കൂടി വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. മണികുന്ന് പള്ളിയുടെ അതിമനോഹരമായ പുതുക്കി പണിത ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഏറ്റവും മുമ്പിലായി നിങ്ങൾക്ക് ആൽത്താരയുടെ മുമ്പിലെ കർട്ടൻ കാണാവുന്നതാണ്. സൈഡിലെ ഇലക്ട്രിക്കൽ വർക്ക് അതിന് അരക്കെട്ടുണ്ട്. അതുപോലെ തന്നെ 4 സ്ഥലങ്ങൾ അത് മനോഹരമായി പുതിയ പടങ്ങൾ വെച്ചിട്ടുണ്ട്. ഫാനുകൾ 2-3 എണ്ണം അഡീഷണലായിട്ട് പള്ളിക്കുള്ളിൽ വീഴാൻ സാധിച്ചു. നിലത്ത് നമുക്ക് അതിമനോഹരമായ കാർപ്പറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയതായി ഡിസൈൻ ചെയ്ത അൾത്താരയുടെ ഉള്ളിലുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഉടനെ കാണുന്നതാണ്. അതിമനോഹരമായ ഈ കർട്ടൻ ഇവിടെ ഫിറ്റ് ചെയ്ത് പള്ളിക്ക് സംഭാവന ചെയ്ത് അമേരിക്കയിലും കാനഡയിലും ഇപ്പോൾ ജീവിക്കുന്ന കിഴക്കേത്തോട്ടം കുടുംബാംഗങ്ങളാകുന്നു. പള്ളിക്കായി മനോഹരമായ 43 അടി ഉയരമുള്ള കൊടിമരം സംഭാവന ചെയ്ത് കിഴക്കേത്തോട്ടം കുടുംബയോഗം ആണ് പള്ളിക്ക് വേണ്ടി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഇത് സംഭാവന ചെയ്യുകയും ഇതിൻ്റെ ഡിസൈനറും ഇനീഷ്യേറ്ററുമായ കുഞ്ഞേട്ടൻ ഈ കൊടിമരം എറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ പുതിയ പ്രസിഡന്റ് കുര്യൻ ഇതിവിടെ എറക്റ്റ് ചെയ്ത് പള്ളിക്ക് നൽകുകയുണ്ടായി. കുടുംബാംഗങ്ങളുടെ എല്ലാം ശ്രമഫലമായാണ് ഇതിവിടെ സാധിച്ചത്. മാർ ജോസഫ് കല്ലറിങ്ങാട്ട് ആദ്യമായി കൊടിമരം വെഞ്ചരിക്കുകയും ഈ കൊടിമരത്തിൽ കൊടിയേറ്റുകയും ചെയ്തു. ഫാദർ ജോർജ് തെരുവിലായിരുന്നു അന്ന് നമ്മുടെ വികാർ. ഈ മനോഹരമായ കൊടിമരം ഇവിടെ SS 304 മെറ്റീരിയലാണ് ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും ഇത് തുരുമ്പെടുക്കില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ഇതിന് വേണ്ടുന്ന എർത്തിങ്ങും എല്ലാം നല്ലപോലെ ലൈറ്റനിങ് അറസ്റ്റും കൊടുത്തിട്ടുള്ളതാകുന്നു. ഈ മണികുന്ന് പള്ളിയുടെ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുകളിൽ വലത്ത് സൈഡിലായി കാണുന്നത് ഒരു സീക്രട്ട് ഹോൾ എന്നറിയപ്പെടുന്ന ഒരു ദ്വാരമാണ്. ഇത് നമ്മുടെ കാരണവന്മാർ ഇൻറ്റൻഷനലായിട്ട് തന്നെ ഇവിടെ ഇട്ടതാണ്. ഈ പള്ളിയുടെ പണി പൂർത്തി ആയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. മണികുന്ന് പള്ളിക്ക് മുകളിലേക്ക് ഒരു സ്റ്റെപ്പും കൂടി ഉയർത്തേണ്ടതായിരുന്നു.
അന്നത്തെ കാലത്തെ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടും കാരണം ബലക്ഷയമുണ്ടെന്ന് സംശയം. ഈ ദ്വാരം അടയ്ക്കണമെന്ന ആവശ്യം പല സമയത്തും മുമ്പോട്ട് വരികയും നമ്മുടെ കാരണവന്മാർ അത് അനുവദിക്കാതിരിക്കുകയാണ് ഉണ്ടായത്. ഇത് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ മുകളിലോട്ട് പണിയേണ്ടതായിട്ടുണ്ട്. ഇത്രയും മനോഹരമായ പുൽക്കൂട് ഇവിടെ ഉണ്ടാക്കുന്നതിനായി മുൻകൈയെടുത്ത നമ്മുടെ അൽത്താര ബാലനായ ഷാജുവും അതുപോലെ ഇതിനു വേണ്ടി ഭക്ഷണം പരിശ്രമിച്ച നമ്മുടെ വികാരി അച്ഛൻ, മറ്റ് ഇടവകങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ കാണുന്ന ഓരോ കെട്ടിടങ്ങളും നമുക്ക് ഈ യേശുക്രിസ്തു ജീവിച്ച നാട്ടിലേക്ക് ചെന്നാൽ, അതായത് ഇസ്രായേൽ, അറബ് രാജ്യം ഇതേപടി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. യാതൊരു ചേഞ്ചസും ഇല്ലാതെ ഒറിജിനാലിറ്റി തോന്നുന്ന ഈ ക്രിബിന് പ്രത്യേകമായ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തട്ടെ. വീഡിയോയിലൂടെ ഞാൻ തന്ന സന്ദേശം എൻ്റെ അറിവിലും ജ്ഞാനത്തിലും വായനയിലും വഴി എനിക്ക് ലഭിച്ചതും ബാക്കി ഭാഗങ്ങൾ വാമൊഴിയായി എന്നിലേക്ക് വന്നു ചേർന്നതുമാണ്. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പൂഞ്ഞാർ കുര്യൻ.